നമസ്കാരം. വൻ തിരഞ്ഞെടുപ്പ് തോൽവി മുന്നിൽ കാണുന്ന CPM പാർട്ടിയിൽ വലിയ അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നു. കണ്ണൂരെ പാർട്ടി കോട്ട കുലുങ്ങിയ ആഭ്യന്തര പ്രശ്നങ്ങളിൽ പ്രതിക്കൂട്ടിലായ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെ മാറ്റിയേക്കും. പാർട്ടിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ജില്ലാ സെക്രട്ടറിക്ക് വലിയ വീഴ്ച സംഭവിച്ചതായാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ജില്ലയിലെ മുതിർന്ന നേതാവായ TK ഗോവിന്ദനും പയ്യന്നൂരെ കുഞ്ഞികൃഷ്ണനുമൊക്കെ പാർട്ടി വിട്ടതും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമായി മത്സരിച്ചതുമെല്ലാം പാർട്ടി നേതൃത്വത്തിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. പറഞ്ഞു പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളിൽ വേണ്ടത്ര ഇടപെടൽ വരാത്തതിനെ തുടർന്നാണ് കണ്ണൂരെ പൊട്ടിത്തെറിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കളും അണികളും ഒഴിഞ്ഞു പോകാനും ഈ രണ്ട് പ്രശ്നങ്ങളും ഇടവരുത്തിയിരുന്നു. ഇതൊന്നും തന്നെ പാർട്ടി നയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, സംഘടനാപരമായ പ്രാദേശിക വിഷയങ്ങൾ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായി ഇടപെട്ടിരുന്നെങ്കിൽ പ്രശ്നപരിഹാരത്തിന് കഴിയുമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM തോറ്റാലും ജയിച്ചാലും കണ്ണൂർ ജില്ലാ സെക്രട്ടറി രാഗേഷിനെ മാറ്റാനാണ് പാർട്ടി ഒരുങ്ങുന്നത്. പയ്യന്നൂരെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കാൻ ജില്ലാ നേതൃത്വത്തിന് കഴിയുമായിരുന്നുവെന്നാണ് നേതാക്കളിൽ വലിയ വിഭാഗം ഇപ്പോഴും കരുതുന്നത്. രക്തസാക്ഷി ഫണ്ട് തിരിമറി പെട്ടെന്നുണ്ടായ പ്രശ്നമല്ല, ശക്തമായ ഇടപെടലോടെ പ്രശ്നപരിഹാരത്തിന് നേതൃത്വത്തിന് കഴിയുമായിരുന്നു. രക്തസാക്ഷി ഫണ്ട് പാർട്ടി നേതാക്കൾ വെട്ടിച്ചു എന്ന കാര്യം പുറത്തു വന്നതോടെ അത് പാർട്ടിക്ക് വലിയ ക്ഷീണവുമായി. കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടതും UDF സ്വതന്ത്രനായി പയ്യന്നൂരിൽ മത്സരിച്ചതും പാർട്ടിയെ ഞെട്ടിച്ച കാര്യമായിരുന്നു. ഇത് CPMന് വലിയ തിരിച്ചടിയുമായി. പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കണ്ണൂർ ജില്ലയിലെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ തന്നെയാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. കണ്ണൂരെ മുതിർന്ന നേതാവ് TK ഗോവിന്ദൻ പാർട്ടി വിട്ടതിലും പാർട്ടി ഘടകങ്ങളിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. ശരിയായ രീതിയിൽ ചർച്ചകൾ നടന്നിരുന്നുവെങ്കിൽ ഇരുവരും പാർട്ടി വിടേണ്ട പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. TK ഗോവിന്ദൻ പ്രശ്നത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും പാർട്ടിയിൽ വിമർശനമുണ്ട്. ഗോവിന്ദൻ ഒഴിഞ്ഞ കണ്ണൂർ സീറ്റിൽ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ TK ഗോവിന്ദന് മാത്രമല്ല പാർട്ടിയിൽ ഒരു വലിയ വിഭാഗത്തിനും അതൃപ്തിയുണ്ടായിരുന്നു. കുടുംബവാഴ്ച എന്നാണ് നേതാക്കൾ ഇതിനെ രഹസ്യമായി വിശേഷിപ്പിച്ചത്. വലിയ പ്രതിഷേധം അണികളിൽ നിന്ന് ഉയരുകയും ചെയ്തിരുന്നു. കുടുംബാധിപത്യം അനുവദിക്കില്ലെന്നും ബീഹാർ അല്ല കേരളമാണിതെന്നും അണികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രതികരണങ്ങൾ വന്നിരുന്നു. ശ്യാമള ആന്തൂർ നഗരസഭാധ്യക്ഷ ആയിരിക്കെ പാർട്ടി പ്രവർത്തകനും പ്രവാസി സംരംഭകനുമായ സാജൻ ആത്മഹത്യ ചെയ്ത സംഭവം വീണ്ടും ചർച്ചയാകാനും ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ഇടവരുത്തി. പാർട്ടി കോട്ടയിലെ പൊട്ടിത്തെറി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധർമ്മടത്തെ റോഡ് ഷോയെ പോലും ബാധിക്കുന്ന വിധത്തിലുമായി. ഇതെല്ലാം ഗൗരവകരമായാണ് പാർട്ടി നേതൃത്വം കണക്കിലെടുത്തത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി തുടർന്നിരുന്ന KK രാഗേഷിനെ പൊടുന്നനെയാണ് മാറ്റിയത്. കർക്കശക്കാരനായ രാഗേഷിന്റെ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് പാർട്ടി കോട്ടയായ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി സ്ഥാനം രാഗേഷിന് നൽകിയത്.